Chemistry, magnetic properties of coordination complexes ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഒരു ക്ലാസ് നമ്മുടെ കഴിഞ്ഞതാണ്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, നമുക്ക് പറയാനുള്ളത് സ്പിൻ ക്രോസ് ഓവർ. സ്പിൻ ക്രോസ് ഓവറിനെ കുറിച്ചാണ്. ഇപ്പോൾ സ്പിൻ, ഹൈ സ്പിൻ കോംപ്ലക്സ്, ലോ സ്പിൻ കോംപ്ലക്സ്, ഇതൊക്കെ ഇപ്പം നമുക്ക് ഫെമിലിയർ ആണ്. ഇനി കോംപ്ലക്സുകളുടെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണ് D6, D7 പോലെയുള്ള കോംപ്ലക്സ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പം അത് ഹൈ സ്പിൻ ആണോ ലോ സ്പിൻ ആണോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെന്നും അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എത്രയാണെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ഓരോ കോംപ്ലക്സുകളും ലോ സ്പിൻ കോംപ്ലക്സ് ആണോ മെറ്റൽ ഫോം ചെയ്യുന്നത്, ഹൈ സ്പിൻ ആണോ ഫോം ചെയ്യുന്നത് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? അതിൻ്റെ CFSE ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജിയും പെയറിംഗ് എനർജിയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബോണ്ടിങ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഡെൽറ്റ ഒ ഗ്രേറ്റർ ദ ഡെൽറ്റ ഒയും പെയറിംഗ് എനർജിയും, അതിൽ ഡെൽറ്റ ഒ ലെസ് ദാൻ പെയറിംഗ് എനർജി ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുക. അതേപോലെ ഡെൽറ്റ ഒ ഗ്രേറ്റർ ദാൻ പെയറിംഗ് എനർജി ആവുമ്പോൾ ലോ സ്പിൻ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുക. ഇനി ഫോർ കോംപ്ലക്സസ് ഇൻ വിച്ച് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ഡെൽറ്റ ഒ ആൻഡ് പി ഈസ് റിലേറ്റീവ്ലി സ്മോൾ ആൻഡ് ഇന്റർമീഡിയറ്റ് ഫീൽഡ് സിറ്റുവേഷൻ ഈസ് പോസിബിൾ. അപ്പം ഡെൽറ്റ ഒയും പിയും തമ്മിൽ ഉള്ള ഡിഫറൻസ് വളരെ കുറവാണെങ്കിൽ അവിടെ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ഉണ്ട്. അവിടെ എന്താണ്? ഹൈ സ്പിനും ലോ സ്പിനും ഇക്വിലിബ്രിയത്തിലുള്ള ഒരു പൊസിഷനാണ് അവിടെ ഉണ്ടാവുക. എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് Fe2+. അത് ഫോം ഹൈ സ്പിൻ പാരാമാഗ്നറ്റിക് ആൻഡ് ലോ സ്പിൻ ഡയാമാഗ്നറ്റിക് കോംപ്ലക്സ്. പിന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദ ടെണാബെ-സുഗുണോ ഡയഗ്രാം പെർട്ടൈനിങ് ടു ദ D6 കോംപ്ലക്സ് ഷോസ് ദാറ്റ് നിയർ ദ ക്രോസ് ഓവർ പോയിന്റ് ബിറ്റ്വീൻ വീക്ക് ആൻഡ് സ്ട്രോങ് ഫീൽഡ്. ടെണാബെ-സുഗുണോ ഡയഗ്രത്തിൽ നമ്മൾ വീക്ക് ഫീൽഡ് കോംപ്ലക്സിലും സ്ട്രോങ് ഫീൽഡ് കോംപ്ലക്സിലും വരുന്ന സ്പെക്ട്രകൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അപ്പോൾ അവിടെ ഒരു ആ വീക്ക് ആൻഡ് സ്ട്രോങ് ഫീൽഡിന്റെ ക്രോസ് ഓവർ പോയിന്റിൽ the difference in energy between spin free and spin paired ground state become very small. അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പിൻ എനർജിയും ലോ സ്പിൻ ഗ്രൗണ്ട് സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണ്. Within this region, it is reasonable to expect that both spin states may be present simultaneously. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഹൈ സ്പിനും ലോ സ്പിനും പോസിബിൾ ആണ്, സൈമിൾട്ടേനിയസ് ആയിട്ട് നിൽക്കാൻ പറ്റും. Simultaneously, and that the degree to which each is represent will depends on the temperature. അതെന്തിനാ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡെൽറ്റ ഒയും പിയും തമ്മിലുള്ള ഡിഫറൻസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡെൽറ്റ ഒ മൈനസ് പി ഈസ് ഈക്വൽ ടു KT എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അറ്റ് ഹൈ ടെമ്പറേച്ചർ നമ്മൾ ഒരു പ്ലോട്ട് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ, ആസ് T ഇൻക്രീസസ്, T ഇൻക്രീസ് ചെയ്യുമ്പം അവിടെ ഡെൽറ്റ ഒന്റെ ഗ്യാപ്പ് കൂടും. ദാറ്റ് മീൻസ് മോർ ഇലക്ട്രോൺസ് ബിക്കം പെയർഡ്. ആദ്യത്തേലും സിംഗിളി ഓക്യുപ്പൈഡ് ആയിരുന്നു, ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പെയറിങ് ഇൻക്രീസ് ചെയ്യും. അപ്പം ഇവിടെ കണ്ടോ, ഇവിടെ പ്ലോട്ട് കാണിക്കുന്നത് മാഗ്നറ്റിക് മൊമെന്റ് വേഴ്സസ് ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്തതാണ് ആ ഗ്രാഫ് കാണുന്നത്. A plot of its magnetic moment against temperature. At high temperature, a moment consistent with 4 unpaired electron is observed. High temperature, 4 unpaired electron അല്ലെങ്കിൽ higher unpaired electron, number of unpaired electrons കൂടുതലുള്ള പൊസിഷൻ ആണ് കാണുന്നത്. As the temperature decreased, a sharp drop in magnitude was observed at 175 Kelvin where the low spin form become dominant. ടെമ്പറേച്ചർ കുറക്കുന്നതിനനുസരിച്ചിട്ട് ലോ സ്പിൻ ഫോം ആണ് ഡോമിനേറ്റിംഗ് ആവുക. Usually spin transition occurs somewhat more gradually than in the case shown here. A reason for abruptness observed for this complex as well as some residual paramagnetism seen at low temperature. ഈ കോംപ്ലക്സിൽ സ്പിൻ ട്രാൻസിഷൻ കുറച്ചുകൂടെ ഗ്രാജ്വലി മോർ ഗ്രാജ്വലി ഇവിടെ കാണുന്നതിനേക്കാളും മോർ ഗ്രാജ്വലി ആയിട്ടാണ് സ്പിൻ ട്രാൻസിഷൻ ഉണ്ടാവുക. ഇവിടെ
പെട്ടെന്നുള്ള ചേഞ്ച് കാണാനുള്ള കാരണം എന്ന് പറയുന്നത് റെസിഡ്യുവൽ പാരാമാഗ്നറ്റിസം അറ്റ് ലോ ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ റാപ്പിഡ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്പിൻ ക്രോസ് ഓവർ ഫിനോമിനൻ ആൾസോ ലീഡ്സ് ടു അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് സച്ച് ആസ് സ്വിച്ചസ്, ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ഓപ്റ്റിക്കൽ ഡിസ്പ്ലേസ്. ഇനി even for complexes that do not exhibit spin crossover ഇല്ലാത്ത കോംപ്ലക്സുകളിലും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ക്യാൻ പ്രൊവൈഡ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും തമ്മിലുള്ള റിലേഷൻ അത് ഒബ്റ്റെയിൻ ചെയ്ത അത് പിയറി ക്യൂറിയാണ്. പാരാമാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പ്രൊപ്പോസ് ചെയ്ത ക്യൂരീസ് ലോ എന്ന് പറയും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് പിയറി ക്യൂറിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനെ നമ്മൾ ക്യൂരീസ് ലോ എന്നാണ് പറയുന്നത്. M is equal to C/T, that is magnetic susceptibility is inversely proportional to temperature. അതാണ് ക്യൂരീസ് ലോ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ക്യൂരീസ് ലോ എല്ലാ സമയത്തും ക്യൂരീസ് ലോ നമുക്ക് ഒബേ ചെയ്യാൻ കഴിയില്ല. ഒബേഡ് ഫെയർലി വെൽ ബൈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ മാഗ്നറ്റിക്കലി ഡൈല്യൂട്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ക്യൂരീസ് ലോയിലും M is equal to C/T എന്നുള്ള ഇക്വേഷൻ ഒബേ ചെയ്യുന്നത് വെൻ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ദാറ്റ് ആർ മാഗ്നറ്റിക്കലി ഡൈല്യൂട്ട്. മാഗ്നറ്റിക്കലി ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ those in which the paramagnetic centers are well separated from each other by diamagnetic centers. Paramagnetic centers തൊട്ടടുത്തല്ല, ഡയമാഗ്നറ്റിക് സെൻറ്റേഴ്സുമായിട്ട് വെൽ സെപ്പറേറ്റഡ് ആണ് എന്നുള്ളതിനെയാണ് നമ്മൾ മാഗ്നറ്റിക്കലി ഡൈല്യൂട്ട് എന്ന് പറയുന്നത്. ഇനി if the materials are not very magnetically dilute, then the unpaired spins on neighboring atom may couple with each other. അപ്പോൾ അടുത്തടുത്ത് അൺപെയർഡ് സ്പിൻസ് ഉണ്ടെങ്കിൽ അവ തമ്മിൽ കപ്പിൾ ചെയ്യും. ദാറ്റ് ഫിനോമിന റെഫേർഡ് ടു ആസ് മാഗ്നറ്റിക് എക്സ്ചേഞ്ച്. ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് എക്സ്ചേഞ്ച് എന്ന് പറയുക. അപ്പം മാഗ്നറ്റിക് എക്സ്ചേഞ്ച് പോസിബിൾ ആയിട്ടുള്ള മെറ്റീരിയലിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസുകളിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ക്യൂറി-വീസ് ലോ. ദാറ്റ് ഈസ് M is equal to C/T minus theta. Theta is also a constant with units of temperature. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റിലുള്ള ഒരു കോൺസ്റ്റന്റ് ആണ് തീറ്റ. നമുക്ക് സബ്സ്റ്റൻസിനെ പല ഫെറോമാഗ്നറ്റിക്, അങ്ങനെ ആൻറ്റി ഫെറോ, ഫെറി, ഇങ്ങനെ സബ്സ്റ്റൻസിനെ നമ്മൾ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് എക്സ്ചേഞ്ച് ബിഹേവിയർ കാണിക്കുന്ന സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക്കലി ഡൈല്യൂട്ട് അല്ലാത്ത കോമ്പൗണ്ട്സിനെ പറ്റി പറഞ്ഞു നമ്മൾ. ഇതിൽ ഇഫ് ദ ഇൻട്രാക്ടിങ് മാഗ്നറ്റിക് ഡൈപോൾസ് ഓൺ ദ നൈബറിംഗ് ആറ്റം ടെൻഡ് ടു അസ്യൂം എ പാരലൽ അലൈൻമെന്റ്, ദ സബ്സ്റ്റൻസ് ഈസ് സെഡ് ടു ബി ഫെറോമാഗ്നറ്റിക്. ഫെറോമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ഈ ഇൻട്രാക്ടിങ് മാഗ്നറ്റിക് ഡൈപോൾസ് പാരലൽ അലൈൻമെന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫെറോമാഗ്നറ്റിക് എന്ന് പറയും. If the other hand, the tendency is for an anti-parallel alignment of the coupled spin, the substance is anti-ferromagnetic. കാണുന്നുണ്ടോ? ആൻറ്റി-ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നൈബേഴ്സ് ആൻറ്റി-പാരലൽ അറേഞ്ച്മെൻ്റ് ആണ്. മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ ആൻഡ് ആൻറ്റി-പാരലൽ. That substances is anti-ferromagnetic. If any material that exhibit magnetic exchange, the tendency towards spin alignment will complete with thermal tendency favoring spin randomness. In all cases, there will be some temperature below which magnetic exchange dominates. This temperature is called Curie's temperature. If the type of exchange displayed is ferromagnetic and ferromagnetic type substance, ഒരു certain temperature below which magnetic exchange dominates. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്യൂരീസ് ടെമ്പറേച്ചർ എന്ന് പറയുക. അത് ഫെറോമാഗ്നറ്റിക് ടൈപ്പ് സബ്സ്റ്റൻസ് ആകുമ്പോൾ. ഇനി ആൻറ്റി ഫെറോമാഗ്നറ്റിക് ടൈപ്പ് സബ്സ്റ്റൻസ് ആകുമ്പം ഈ ടെമ്പറേച്ചറിനെ നമ്മൾ നീൽ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്.
The change in susceptibility as the temperature is decreased below either Tc or Tn എന്ന് പറഞ്ഞാൽ Tc പറഞ്ഞാൽ Curie temperature or Tn എന്ന് പറഞ്ഞാൽ Neal temperature may be quite dramatic. അതിനെ നമുക്കൊരു പ്ലോട്ടായിട്ട് കാണിക്കാൻ കഴിയും. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആസ് ദ ടെമ്പറേച്ചർ ഈസ് ഡിക്രീസ്ഡ് ബിലോ Curie temperature അല്ലെങ്കിൽ നീൽസ് ടെമ്പറേച്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് Curie ടെമ്പറേച്ചറും നീൽ ടെമ്പറേച്ചറും കഴിഞ്ഞിട്ട് ടെമ്പറേച്ചറിൽ മാഗ്നറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റി ആസ് ദ ടെമ്പറേച്ചർ ഈസ് ഡിക്രീസ്ഡ് ബിലോ Curie ടെമ്പറേച്ചർ അല്ലെങ്കിൽ നീൽസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പ്ലോട്ടാണ് ഈ തന്നിട്ടുള്ളത്. കാണുന്നുണ്ടോ? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ. അപ്പോൾ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ Curie ടെമ്പറേച്ചർ കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എന്ത് സംഭവിക്കുന്നു? സബ്സ്റ്റൻസിന് സസെപ്റ്റിബിലിറ്റി റാപ്പിഡ് ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. അതേസമയം ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ നീൽ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ പിന്നെ റാപ്പിഡ് ഡിക്രീസ് ഇൻ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ് കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ നമുക്കിവിടെ പറയാൻ. താങ്ക് യു.